കേരള രാഷ്ട്രീയത്തിൽ വിസ്മയത്തിന് തുടക്കം കുറിച്ച മുൻ MLA കൂടിയായ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഇന്ന് കൊട്ടാരക്കര തഹസിൽദാർ, അതായത് അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. അത്ഭുതങ്ങൾക്ക് എക്കാലത്തും തെരഞ്ഞെടുപ്പ് കാല അത്ഭുതങ്ങൾക്ക് എക്കാലത്തും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയോജകമണ്ഡലമാണ് കൊട്ടാരക്കര. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊട്ടാരക്കരയിൽ വിസ്മയങ്ങൾ മാത്രമല്ല അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീമതി ഐഷ പോറ്റി വൻപിച്ച ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന UDF ഗവൺമെൻറ്, ആ UDF ഗവൺമെൻറ് ശക്തി പകരാനും UDF ഗവൺമെൻറ് പിന്തുണ നൽകുവാനും കൊട്ടാരക്കരയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീമതി ഐഷ പോറ്റി മുൻകാലങ്ങളിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് അവർ വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലം MLA നിലയിൽ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, ഈ താലൂക്ക് ഓഫീസ് മന്ദിരം ഉൾപ്പെടെയുള്ള, ഈ താലൂക്ക് ഓഫീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള നിരവധിയായ എടുത്തു കാണിക്കാവുന്ന വികസന പ്രവർത്തനങ്ങൾ തൻ്റെ 15 വർഷക്കാലത്തെ MLA എന്നുള്ള പ്രവർത്തനത്തിൽ കാഴ്ചവെച്ച ശ്രീമതി ഐഷ പോറ്റി കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നേതാവാണ്, ജനപ്രതിയാണ്. അവരുടെ 15 വർഷക്കാലത്തെ ജനപ്രതി എന്നുള്ള പ്രവർത്തനം ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അവർ ജനപ്രതി അല്ലാതിരുന്നിട്ട് വീണ്ടും മത്സരിക്കുമ്പോൾ പഴയകാല അവർ നൽകിയ സംഭാവനകളും ഈ നാടിന് നൽകിയ വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ പിന്നാലെ അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ശ്രീമതി ഐഷ പോറ്റി മത്സരിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്. 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കൊട്ടാരക്കരയിൽ നിന്ന് ശ്രീമതി ഐഷ പോറ്റി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം, പിണറായി വിജയൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിച്ചിട്ടുള്ള ക്രൂരത, അംഗൻവാടി വർക്കർമാരുൾപ്പെടെയുള്ള ആശാ വർക്കർമാരുൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങേണ്ട ഗതികേട്, ശമ്പളം പോലും കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയാത്ത സർക്കാർ, ഇങ്ങനെ എല്ലാം കൊണ്ടും 10 വർഷക്കാലം കേരളത്തെ ജനങ്ങളെ പൊറുതിമുട്ടിച്ച പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അഴിമതി ഭരണം, ദുർഭരണം, സ്വജനപക്ഷപാത ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ UDF വൻ വിജയം നേടി അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായി കൊട്ടാരക്കരയിലും UDFന് അനുകൂലമായ വിധി ഉണ്ടാകും. ശ്രീമതി ഐഷ പോറ്റി ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെടും എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഭരണം ലക്ഷ്യമിട്ട് ഒരു പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ പിടിവലി, ഇത് ശുഭകരമായിരിക്കുമോ? കണ്ണൂരിൽ സുധാകരൻ ഇടഞ്ഞാണ്, തനിക്ക് തൻ്റെ വഴിയെന്നാണ് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചേക്കുന്നത്. പാർട്ടി വിടുമോ? അല്ല, ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, അതിന് മുൻകാലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്തിമമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. എല്ലാവരും പാർട്ടി സ്ഥാനാർത്ഥിയുടെയും മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ചരിത്രമാണ് മുൻകാലങ്ങളിലുള്ളത്. ഒരുപക്ഷെ പുതിയ ആളുകൾക്ക് അത് അറിഞ്ഞുകൂടായിരിക്കും. കോൺഗ്രസിൻ്റെ പഴയ ഇതിനേക്കാൾ വളരെ രൂക്ഷമായ പ്രശ്നം ആൻ്റണിയും കരുണാകരനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്ത് നയിച്ചപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിട്ടുണ്ട്, ഭരണരംഗത്തുണ്ടായിട്ടുണ്ട്, സംഘടനാ രംഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, അധികാരത്തിൽ വന്നിട്ടുണ്ട്. അത് സുധാകരനാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ഞാൻ കേട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ഐഷ പോറ്റി മാഡത്തോടൊപ്പം നോമിനേഷൻ കൊടുക്കാൻ വന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് അവസാനം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. എന്തായാലും അദ്ദേഹം പാർട്ടിക്ക് ദോഷകരമായ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, MP മാർ മത്സരിക്കേണ്ടെന്ന് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചല്ലോ.
അപ്പോൾ പിന്നെ നല്ലതാണോ ചീത്തയാണോ എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിറക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനിച്ചു, എം പിമാരും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരൻ കോൺഗ്രസിനൊപ്പം തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം മുൻ KPC അധ്യക്ഷനാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഒരുപക്ഷേ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി നിർണയത്തിലോ അദ്ദേഹം താല്പര്യപ്പെട്ടത് പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം പാർട്ടി നേതൃത്വം ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹം അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കണ്ണൂരിൽ പോരാടിയ നേതാവാണ്. പാർട്ടി പ്രവർത്തകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ശ്രീ കെ സുധാകരൻ പാർട്ടിക്ക് വിപരീതമായ ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, പാർട്ടി പ്രവർത്തകരും വിശ്വസിക്കുന്നു.